സമ്മേളനത്തിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആമുഖ ഭാഷണമാണ് നടക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി വന്യരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളവറുകൾ നിർവഹിക്കുന്നു. തങ്ങളവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادخلوا في السلم كافة صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സാദാത്തുക്കൾ, സമുന്നതരായ ഉലമാക്കൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ SYS, SSF, SMA സുന്നി സംഘ കുടുംബങ്ങളിലെ മഹത്തുക്കളായ നേതാക്കൾ, ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കൾ, SYS 5 പതിറ്റാണ്ടിലധികം കാലം കേരളത്തിൽ മതസാമൂഹിക സാംസ്കാരിക ആശയ പ്രചരണ രംഗത്ത് വിദ്യാഭ്യാസ ആതുര സേവന രംഗത്ത് ഏറ്റവും സ്തുത്യർഹമായ സേവനങ്ങൾ അർപ്പിച്ച് സർവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് ഈ മഹത്തായ സംഘടന. അവകാശ സംരക്ഷണ മഹാസമ്മേളനം നടക്കുന്നത് പ്രത്യേക സാഹചര്യം നമുക്കറിയാമല്ലോ. നമ്മുടെ മഹത്തായ രാജ്യം ഇന്ത്യ ലോകത്ത് 196 രാജ്യങ്ങൾ തായ്വാൻ ഒരു രാജ്യമായി പരിഗണിക്കുമ്പോൾ, ഇല്ലെങ്കിൽ 195 രാജ്യങ്ങൾ, ഇതിൽ മറ്റു പല രാജ്യങ്ങൾക്കുമില്ലാത്ത പല പ്രത്യേകതകളും നമ്മുടെ ഇന്ത്യക്കുണ്ട്. ലോകത്ത് ജിയോഗ്രഫിക്കലായ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇന്ന് ചൈനയിലാണെങ്കിൽ 1.38 ബില്യൺ, 138 കോടി ജനങ്ങൾ ചൈനയിലുണ്ടെങ്കിൽ, ഈ റഷ്യക്കും ചൈനക്കൊന്നുമില്ലാത്ത വലിയ പ്രത്യേകത നമ്മുടെ മഹത്തായ രാജ്യത്തിന് ഇന്ത്യക്കുണ്ട്. അഥവാ ഇന്ത്യയിൽ നിന്ന് 135 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ താമസിക്കുന്നതെങ്കിൽ 22 ഓഫീഷ്യൽ ലാംഗ്വേജാണ്, ഭാഷകളാണ്. 155 ശ്രദ്ധേയമായ ഭാഷകൾ,
599 ചെറുകിട ഭാഷകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ ഏകദേശം 20 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ ആസാമിൽ സൂര്യൻ അസ്തമിച്ച് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു, അല്ലെങ്കിൽ 45 മിനിറ്റ് കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രത്യേകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിൽ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം. വ്യത്യസ്ത ഭാഷകളിൽ, വേഷങ്ങളിൽ, സംസ്കാരങ്ങളിൽ, ശൈലികൾ കഴിയുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേ ചരടിൽ കോർത്തുകൊണ്ടുവരാൻ നമ്മുടെ മഹത്തായ രാജ്യത്തിന് കഴിഞ്ഞു എന്നതാണ് വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോഴെല്ലാം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. ആ ഇന്ത്യയുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റിൽ അതിപ്രധാനമാണ് മതേതരത്വം. ഏതൊരു മതവിശ്വാസിക്കും അവരവരുടെ മതവിശ്വാസപ്രകാരം, ആചാരപ്രകാരം വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും ഇവിടെ ആർക്കും യാതൊരു പ്രയാസവുമില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ മഹത്തായ ഇന്ത്യയിൽ 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. ഈ 70 വർഷങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്ന 135 കോടി ജനങ്ങളും ഒരേ ഇന്ത്യയുടെ മക്കളായി കഴിഞ്ഞു വന്നെങ്കിൽ, സ്നേഹത്തിലും ഐശ്വര്യത്തിലും സന്തോഷത്തിലും അവർ യോജിക്കാനും സഹകരിക്കാനും സാധിച്ചെങ്കിൽ, അതാണ് യൂണിറ്റി ഈസ് പോസിബിൾ. ഐക്യം എന്നത് വളരെ എളുപ്പമാണ്. യൂണിഫോമിറ്റി ഈസ് ഇമ്പോസിബിൾ. എല്ലാം ഒരുപോലെ ആക്കുക എന്നത്, എല്ലാം ഒന്നാക്കുക. ആണിനെ പെണ്ണാക്കണം, പെണ്ണിനെ ആണാക്കണം, ചെറിയവനെ വലിയവനാക്കണം, വലിയവനെ ചെറിയവനാക്കണം, മൃഗങ്ങളെ മനുഷ്യരാക്കണം, മനുഷ്യരെ മൃഗങ്ങളാക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സമയത്ത് ഉറങ്ങണം, അല്ലെങ്കിൽ എല്ലാം ഒന്നാക്കണമെന്ന് പറയുന്നത് ആ യൂണിഫോമിറ്റി ഒരിക്കലും നടക്കില്ല എന്ന കാര്യം സർവസമ്മതമാണ്. എന്നാൽ ഇന്ത്യയിൽ ഇവിടെ നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, ക്രിമിനൽ കോഡ് കോമൺ ആണ്. കുറ്റകൃത്യങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നതിലും എല്ലാവർക്കും സമമായ തുല്യാവകാശമാണ്. ആർക്കും ഇതിൽ രണ്ടഭിപ്രായമില്ല. അതുപോലെ തന്നെ സിവിൽ കോഡിലും വ്യക്തി നിയമങ്ങളിലും 99% കാര്യങ്ങളിലും കോമണാണ്, പൊതുതത്വത്തിലാണ്. എന്നാൽ പൊതുപ്രശ്നങ്ങളില്ലാതെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഞാൻ എപ്പോൾ കല്യാണം കഴിക്കണം, ഞാൻ എൻ്റെ മണിയറയിൽ എങ്ങനെ ജീവിക്കണം, ഞാൻ എൻ്റെ വൈവാഹിക ജീവിതം എത്രകാലം തുടരണം, ഞാൻ എൻ്റെ വൈവാഹിക ജീവിതം ഏത് രൂപത്തിൽ നടത്തണമെന്ന് തീരുമാനിക്കുന്നത്, അതുപോലെ എൻ്റെ മരണാനന്തരം എൻ്റെ സ്വത്ത് ആർക്കെല്ലാം നൽകണം, അതിൻ്റെ വിഹിതങ്ങൾ എത്ര, അതുപോലെ ഞാൻ നിസ്കരിക്കുന്ന പള്ളി, ഞാൻ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങൾ, അവിടെ വഖഫ് സ്വത്തുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത്യാദി ഏതാനും ചില വിഷയങ്ങൾ മാത്രമാണ് സ്പെഷ്യൽ കോഡ് അഥവാ ഓരോ മതത്തിനും അതാത് മതവിശ്വാസികളുടെ നിയമാനുസൃതം ജീവിക്കാനും അവർക്കത് സംരക്ഷിക്കാനും ഇന്ന് ഇന്ത്യൻ ഭരണഘടന നൽകിയ ഏറ്റവും വലിയ അവകാശം.
ഈ അവകാശം നിഷേധിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയോട്, സമൂഹത്തോട്, ഇന്ത്യൻ ജനവിഭാഗത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 44-ാം ആർട്ടിക്കിളിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ അഥവാ സാധ്യമാകുന്ന ചില ഉപദേശ നിർദ്ദേശങ്ങളിൽ ആവശ്യം വരുന്ന സമയത്ത് കോമൺ സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുവെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആകുന്ന അവകാശ സംരക്ഷണ നിയമങ്ങൾക്ക് ഒരിക്കലും അത് വിരുദ്ധമാകാൻ പാടില്ല. മനുഷ്യന്റെ ഏറ്റവും മൗലിക തത്വമാണ് ഏതൊരു മതവിശ്വാസിയും ആ മതവിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുക എന്ന്. ഇന്ന് ഇങ്ങനൊരു സന്ദേശം, ഇങ്ങനൊരു ശബ്ദം പുറത്തു കേൾക്കാൻ തുടങ്ങിയത് 135 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഏതോ ഒരു ചങ്ങായി, ഏതോ ഒരു വ്യക്തി എന്തോ മുത്തലാഖ് ചെല്ലുമ്പോഴേക്ക് ഇവിടെ ഭരണകൂടം പിറക്കുകയാണ്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ മുത്തലാഖിന്റെ മതമാണോ ഇസ്ലാം? ഇസ്ലാമും മുത്തലാഖുമായുള്ള ബന്ധം എന്താണ്? ഈ ഇരിക്കുന്നവരൊക്കെ പലരും ബസ്സിൽ യാത്ര ചെയ്തവരായിരിക്കും, പലരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരായിരിക്കും. ബസ്സുകളിലും ഫ്ലൈറ്റുകളിലുമൊക്കെ എമർജൻസി ഡോറുകൾ, എക്സിറ്റുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഇരിക്കുന്നവരിൽ 1% പോലും ആ എമർജൻസി ഡോറിൽ അല്ലെങ്കിൽ എമർജൻസി എക്സിറ്റിൽ പുറത്തിറങ്ങിയവരല്ല. വരുന്ന വഴിയിൽ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും വാഷ്റൂമുകൾ, ഫ്രഷ് റൂമുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്ന് കാണാം. പലപ്പോഴും ബസ് സ്റ്റാൻഡിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും വാഷ്റൂമുകൾ അവസ്ഥകൾ പറയാതിരിക്കലാണ്. നാടിന് തന്നെ വളരെ വളരെ വൃത്തിക്കും ശുദ്ധിക്കും ശുചിത്വത്തിനും വളരെ ദോഷകരമാകുന്ന രൂപത്തിലാണ്. പക്ഷേ അതിന്റെ പേരിൽ ഇവിടെ വാഷ്റൂമുകൾ വേണ്ട, ബാത്റൂമുകൾ വേണ്ട എന്നാണോ പറയേണ്ടത്? ഇന്ന് യാത്ര ചെയ്തവരാരും 5% പോലും അവരവർ ബസ് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലോ വാഷ്റൂമുകളിലും ഫ്രഷ് റൂമുകളിലും പോയിക്കൊള്ളാമെന്നില്ല. പക്ഷേ മനുഷ്യ സഹജമായി നിർബന്ധിത സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും അനിവാര്യമായതാണത്. എന്നാൽ ഇസ്ലാമിക വൈവാഹിക ജീവിതമെന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായ, വളരെ വ്യക്തമായ ചട്ടക്കൂട്ടിലാണ്. ഇസ്ലാമിക തത്വങ്ങളും നിർദ്ദേശങ്ങളും ഓൺലൈൻ പർച്ചേസ് പോലെ ഓൺലൈൻ സെലക്ഷൻ അല്ല, മറിച്ച് എനിക്കെന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത് എന്റെ ഉമ്മയും ഉപ്പയും എന്റെ കാരണവന്മാരും കൂട്ടുകുടുംബങ്ങളും ഉത്തരവാദിത്തപ്പെട്ടവർ പലതവണ ആലോചിക്കുമ്പോഴൊക്കെ ഈ ബന്ധം ഒരിക്കലും മുറിയരുത്, ഈ ബന്ധം ഒരിക്കലും അവസാനിക്കരുത്, ഈ ബന്ധം മരണം വരെ എന്നും തുടർന്നു പോകാൻ പറ്റാവുന്ന ബന്ധങ്ങളാണോ, അതിന് പറ്റിയ സാഹചര്യങ്ങളാണോ എന്ന് ഈ രംഗത്ത് പരിചയമുള്ള എന്റെയും ഞാൻ അന്വേഷിക്കുന്ന, ഞാൻ ഇണയായി തിരഞ്ഞെടുക്കാൻ പോകുന്ന ഭാര്യയും കുടുംബങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ടവർ പരസ്പരം അന്വേഷിച്ചാലോചിച്ച് ഈ ബന്ധം ഒരിക്കലും മുറിയുകയില്ല, മുറിയാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തി നിക്കാഹ് നടക്കുന്നത് ലോകത്ത് 165 കോടി മുസ്ലിമീങ്ങൾ 200-195 രാജ്യങ്ങളിലും സവ്വജ്തുക വ അൻകഹ്തുക എന്ന 2 പദമാണ്. കാരണം ഖുർആനിൽ ഈ 2 പദമല്ലാത്ത മറ്റൊരു പദം പറഞ്ഞിട്ടേയില്ല. ആ പദം തന്നെ നൽകുന്ന മെസ്സേജ് നിക്കാഹ് കൂട്ടിച്ചേർക്കുക എന്നതാണ്. നിക്കാഹ് കഴിഞ്ഞ് കുടിക്കുന്ന മധുരപാനീയം
ചായ പാലും പഞ്ചസാരയും വെള്ളവും കൂട്ടിച്ചേർത്തതാണ് എന്ന പോലെ ഈ നവ ദമ്പതികളുടെ മനസ്സുകൾ കൂട്ടിച്ചേർക്കുകയാണ്. പാലും പഞ്ചസാരയും വേർപ്പെടുത്താൻ പാടില്ല എന്ന പോലെ ഇതൊരിക്കലും വേർപിരിയരുത്. മറ്റൊരു പദം സൗജ് എന്ന് ഖുർആനിൽ ലോകത്ത് 4 ഭാഷകളുണ്ട്, 6800ഓളം ഭാഷകളുണ്ട്. പക്ഷേ പല ഭാഷകളിലും ഭാര്യ ഭർത്താവ് ഹസ്ബൻഡ് വൈഫ് രണ്ടാണെങ്കിൽ യഥാർത്ഥത്തിൽ സമത്വം നൽകുന്നത് രണ്ടുപേർക്കും ഒരേ പദം പറയുന്നത് ഇസ്ലാം, അറബി, സൗജ്, ഒരു ജോഡി, ഭാര്യക്കും സൗജ് ഭർത്താവിനും സൗജ്. ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന എന്ന പദം സൗജ് എന്നാൽ ഒരു ജോഡി. എന്റെയും നിങ്ങളുടെയും കൈകള് കാലുകള് കണ്ണുകൾ കാതുകൾ ഒരു പക്ഷിയുടെ ചിറക് എല്ലാം ഒരു ജോഡിയാണ്. ഒരു പക്ഷിയുടെ 2 ചിറക് അത് അതിന്റെ ജനനം തൊട്ട് മരണം വരെയും ഒരുപോലിരിക്കണം. അത് പറക്കാതിരിക്കാൻ ഏതെങ്കിലും ചിറകിൽ നിന്ന് 1 2 തൂവലടർത്തിയെടുത്താൽ അതിന് പറക്കാൻ കഴിയില്ല. എന്നപോലെ യുവത്വത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അവർ ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും ഒരുപോലെയാവണം എന്നാണ് അത് നൽകുന്ന സന്ദേശം. പക്ഷേ മനുഷ്യ സഹജമായി കൂടിക്കലരുകൾക്കിടയിൽ ചിലപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ, സൗന്ദര്യ പിണക്കങ്ങൾ, അത് മനുഷ്യ സഹജമാണ്. ഇസ്ലാം അവിടെ ത്വലാഖിനെ വളരെ കർശനമായി നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അവിടെ പരമാവധി ഉപദേശിക്കുക, ഉപദേശം വേണ്ടത്ര ഫലം ചെയ്യുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അവളെ ശാരീരികമായി ചെറുതായി ഒന്ന് അവൾക്കൊന്ന് നന്നായി ഒന്ന് പറഞ്ഞുകൊടുത്ത് ചെറുതായി തോണ്ടിക്കൊടുത്ത് എന്നിട്ടും ഫലം ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും ഇസ്ലാം അവളുമായി ഒന്ന് ശാരീരികമായി ബെഡ്റൂം ഒന്ന് മാറി നിന്ന് അതിലും വിജയിക്കുന്നില്ല എങ്കിൽ ഖുർആൻ പറയുന്നത് അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഉമ്മയും ഉപ്പയും അതറിയാൻ പാടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സൗന്ദര്യപ്പിടക്കമുണ്ടാകുമ്പോഴേക്ക് മറ്റാരും അതറിയരുത്. അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ ഇവർ 2 പേരും അതാ പൂർണ്ണമായും സ്നേഹത്തിലും ഐശ്വര്യത്തിലും എത്തുന്നില്ല. മറ്റുള്ളവർ അതറിയൽ നിർബന്ധമാണെങ്കിൽ അവളുടെ ഉപ്പയും അവന്റെ ഉപ്പയും രക്ഷിതാക്കൾ പരസ്പരം കൂടിച്ചേർന്ന് അങ്ങനെ ഖുർആൻ ഒരു നിയന്ത്രണം അവളുടെ നിയന്ത്രണമെന്ന് കാരണം രക്ഷിതാക്കൾ എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം പണ്ഡിതന്മാർ പറയുന്നു. അത് ആ രക്ഷിതാക്കൾക്ക് ബന്ധം തുറന്നു പോകണമെന്നായിരിക്കുമല്ലോ നിർബന്ധമുണ്ടാവുക, 2 പേരെയും ഉപദേശിക്കാൻ. അങ്ങനെയും ഉപദേശങ്ങൾ പല നിലക്ക് നടത്തി ഒരിക്കലും ഫലം ചെയ്യുന്നില്ല എങ്കിൽ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് അഥവാ വിവാഹമോചനമെന്ന് പറയുന്നത് 1 അടിക്കോ 2 അടിക്കോ 3 അടിക്കോ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും വെറുക്കുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവമായി കാണുന്ന കാര്യം. നിർബന്ധിത സാഹചര്യത്തിൽ അതിനൊരു എമർജൻസി ഡോറ് പോലെ, എമർജൻസി എക്സിറ്റ് പോലെ ഇസ്ലാം അത് വെച്ചുകൊടുത്തു. പക്ഷെ അത് തുറക്കാനുള്ളതല്ല. അവിടെയും ഇസ്ലാം നിഷ്കർഷിക്കുന്നത് ഒരു ത്വലാഖ്. ആ ഒരു ത്വലാഖ് തന്നെ പറയുമ്പോൾ അർശ് വിറക്കും, വളരെ ഗുരുതരമായ. അതുകൊണ്ട് തന്നെ സമീപകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ത്വലാഖ് ചൊല്ലുക കാരണവന്മാര് വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലൊന്നും സമ്മതിക്കുകയില്ല. ഏതെല്ലാം വിഷയത്തിൽ അത് നിരുത്സാഹപ്പെടുത്താൻ കഴിയും. അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ ആധികാരികമായി പറയാൻ കഴിയും. 100-ലേറെ മഹല്ലത്തിൽ ഈ വിനീതിന് ഖാലിസ്ഥാനുണ്ടെങ്കിൽ 52 വയസ്സായെങ്കിൽ ഇന്ന് വരെ ഒരൊറ്റ ത്വലാഖിന്റെ സദസ്സിൽ ഒരൊറ്റ ത്വലാഖിന് ഈ വിരിതൻ വന്നിട്ടില്ല. ആകുന്ന വിധത്തിലെല്ലാം എങ്ങനെയെല്ലാം ത്വലാഖില്ലായ്മ ചെയ്യാൻ, എന്തെല്ലാം ശ്രമങ്ങളിൽ ഒഴിവാക്കാൻ. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ത്വലാഖുകളില്ലാതിരിക്കാൻ. അതിനെങ്ങനെല്ലാം ശ്രമങ്ങൾ, അങ്ങനെയൊക്കെയും ശ്രമം നടത്തി ഒരിക്കലും ആ വൈവാഹികയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില നിർബന്ധിത സാഹചര്യങ്ങളാണെങ്കിൽ ശാരീരികമായി മാനസികമായി വല്ല അസ്വസ്ഥതകളും അസുഖങ്ങളും അതിനൊക്കെ ഇസ്ലാം ഭാര്യയ്ക്ക് അവകാശം ഫസ്ഖ് നൽകിയില്ലേ?
നൽകിയില്ലേ, അവർ തമ്മിൽ പുരുഷന് ത്വലാഖ് നൽകിയെങ്കിൽ സ്ത്രീക്ക് സ്ത്രീ അവകാശമായി ഭർത്താവിനോട് ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകാൻ തയ്യാറല്ല, അതാ ഞാൻ നിങ്ങൾക്ക് ഇത്ര സംഖ്യ നൽകാം, നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണമെന്ന് അവൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഇനി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഖാദിയെ അറിയിച്ച് ഖാദിയുടെ നിർദ്ദേശമനുസരിച്ച് അവർക്ക് ഫസ്ഖ് ചെയ്യാൻ ഇങ്ങനെ വിവിധ നിർദ്ദേശങ്ങൾ നൽകി. അങ്ങനെ ആ കൂട്ടത്തിൽ പുരുഷന് നൽകിയ അവകാശങ്ങൾ ഒന്നു മാത്രമാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ആ ത്വലാഖ് ചെയ്യേണ്ടത് ഒരു ത്വലാഖ്, അത് എന്തിനാണ് 2 ചൊല്ലരുത് 3 ചൊല്ലരുത്, മറിച്ച് 3 സാധാരണഗതിയിൽ 3 ശുദ്ധി എന്ന് പറയുന്നത് 3 മാസത്തിന്റെ ഉള്ളിൽ അവിടെങ്ങാനും മടക്കിയെടുക്കാൻ സ്വാഭാവികമായും അവളുടെ വീട്ടിൽ അവൾ താമസിച്ച് അവന്റെ വീട്ടിൽ അവൾ താമസിച്ച് അവന്റെ സംരക്ഷണത്തിൽ ഈ റജയ്യാത്ര അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ശേഷം വരുന്ന പ്രാസംഗികന്മാര് ഉസ്താദുമാര് ഇവിടൊക്കെ തലാഖ് എന്താണ് എന്ന് പഠിക്കാതെ, തലാഖിന്റെ ശൈലികള് രൂപങ്ങള് മനസ്സിലാക്കാതെ ഇസ്ലാമിനെ കുതിര കയറുന്നത്, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നത്, മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് സമൂഹത്തോടോ രാജ്യത്തോടോ ഉള്ള സ്നേഹം അല്ല, മറിച്ച് ഇസ്ലാമിനോടുള്ള കഠിന ഉറപ്പിന്റെ പേരിൽ മാത്രമാണ്. അതിന് ഒരിക്കലും ഇവിടത്തെ ഏതെങ്കിലും ഒരു മതവിശ്വാസി എന്നല്ല, ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വമെന്ന് പറയുന്ന മഹത്തായ സിദ്ധാന്തം ആശയം ചോദ്യം ചെയ്യാൻ, അതില്ലായ്മ ചെയ്യാൻ, നമ്മുടെ മൗലിക അവകാശം നിരോധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സദസ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഇന്ന് ഇതൊരു തുടക്കം മാത്രമാണ്. നമുക്ക് ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഈ മഹത്തായ പ്രസ്ഥാനം ഏതറ്റം വരെയും പോവുക തന്നെ ചെയ്യും. ഒരിക്കലും നമ്മുടെ പ്രസ്ഥാനം പിന്നോട്ടടിക്കുന്ന പ്രശ്നമേയില്ല. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭരണഘടന നൽകിയ അവകാശങ്ങൾ 1947 ആഗസ്റ്റ് 15 ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം കിട്ടി അംബേദ്കറുടെ നേതൃത്വത്തിൽ. അത് 2 വർഷവും 6 മാസവും അഥവാ 1950 റിപ്പബ്ലിക് ജനുവരി 26 റിപ്പബ്ലിക് ആകുന്നത് വരെ അംബേദ്കറുടെ നേതൃത്വത്തിൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും ഭരണങ്ങൾ, ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും അമേരിക്കയുടെയും എല്ലാ ഭരണഘടനകളും പരിശോധിച്ച് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യമായ ഭരണഘടന തിരഞ്ഞെടുത്ത്, പക്ഷെ 10 കൊല്ലം കഴിയുമ്പോഴേക്ക് എത്ര ഭേദഗതിയാണ് ഇന്ത്യയിൽ വന്നത്, ഇന്ത്യൻ ഭരണഘടനക്ക് വന്നത്. എന്നാൽ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിന് 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നിനു പോലും ഒരു ഭേദഗതിക്ക് ആവശ്യമായിട്ടില്ല എന്നത് പിന്നീട് ഇപ്പോൾ ഇസ്ലാമിന്റെ തത്വങ്ങൾ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ രാജ്യത്ത് എല്ലാവിധ വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര ലഹളകളിൽ നിന്നും എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും വിശിഷ്യായി ഇന്ത്യൻ സമൂഹം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഒക്കെയും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മോചനം നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത 3-ാം തീയതി SVS നടത്തുന്ന സമരത്തിലും എല്ലാവരും സംബന്ധിച്ച് നമ്മുടെ സന്ദേശം അറിയിക്കേണ്ട രൂപത്തിൽ അറിയിക്കുക തന്നെ ചെയ്യുക. എല്ലാവർക്കും എല്ലാ വിജയം നീ നൽകണേ അല്ലാഹ്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ, ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനം ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടെ സുന്നി സംഘ കുടുംബങ്ങൾ നാടിന്റെ സമൂഹത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പൊരുതുക തന്നെ ചെയ്യും. നാദാനി തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നേതൃത്വത്തിന് മഹാനായ സുൽത്താനുലമക്ക്, മഹാനായ റയീസുൽ ഉലമക്ക്, മഹാനായ സയ്യിദുൽ ബാഫഖി തങ്ങൾക്ക്, ഞങ്ങൾ ഈ ഇരിക്കുന്ന ഉലമാക്കൾക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.